നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ സ്പേസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള പല ക്രിപ്റ്റോ കറൻസികളുടെയും മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് മാത്രമല്ല, ക്രിപ്റ്റോ ട്രേഡിംഗ് ട്യൂട്ടോറിയൽസ് ആയാലും ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരുപാട് കണ്ടന്റുകൾ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. മെറ്റാവേഴ്സ് എന്താണ് എന്നും അതിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മെറ്റാവേഴ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. മെറ്റാവേഴ്സിനകത്തുള്ള അത്തരം ചില കാര്യങ്ങൾക്ക് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ഡീസെൻട്രലാൻഡ് ഹോസ്റ്റ് ഫസ്റ്റ് മെറ്റാവേഴ്സ് വെഡിങ്. ഡീസെൻട്രലാൻഡിനകത്ത് ഏറ്റവും ആദ്യത്തെ ഒരു മെറ്റ മാരേജ് നടന്നിരിക്കുകയാണ്, ഒരു മെറ്റ വെഡിങ് നടന്നിരിക്കുകയാണ്, ഒരു വെർച്വൽ വെഡിങ് നടന്നിരിക്കുകയാണ്. റയാൻ എന്നും കാൻഡിസ് എന്നും പറയുന്ന രണ്ട് ആളുകളുടെ വിവാഹമാണ് മെറ്റാവേഴ്സിനകത്ത് ഡീസെൻട്രലാൻഡിൽ നടന്നിട്ടുള്ളത്. അവരുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ആളുകളുമായിട്ടുള്ള വെഡ്ഡിംഗ് ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡീസെൻട്രലാൻഡ് എന്ന് പറയുന്ന പ്രൊജക്ട് മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്ന് പല വീഡിയോകളിലായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഡീസെൻട്രലാൻഡിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത്, മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വളർന്നു വരും തോറും ഡീസെൻട്രലാൻഡ് എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റിലും അതിൻ്റേതായിട്ടുള്ള ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോകുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 29ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് മന എന്ന് പറയുന്ന കോയിൻ. ഡീസെൻട്രലാൻഡിൻ്റെ ടോക്കൺ ആയിട്ടുള്ള മന എന്ന് പറയുന്നത് 29ാം റാങ്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ $5 അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കറണ്ട് പ്രൈസ് $3 മാത്രമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മന USDT പെയറിലുള്ള ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ പറയുന്നതിന് മുൻപേ തന്നെ ഞാനിവിടെ ഒരു RSI ഡൈവർജൻസ് ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ബുള്ളിഷ് RSI ഡൈവർജൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഡൈവർജൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഞാൻ ഇതിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബുള്ളിഷ് RSI ഡൈവർജൻസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ടാണ്. അതായത് ഈ ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു മന എന്ന് പറയുന്ന ടോക്കൺ നിന്നിരുന്നത്. അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ആ ബ്രേക്ക് ഔട്ടിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് മനയിൽ സംഭവിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് മനയിൽ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ, മന എന്ന് പറയുന്ന കോയിനിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. പ്രൈസ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തുമ്പോൾ അവിടെ നല്ല റിജക്ഷൻ സംഭവിക്കുന്നു. ദെൻ ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ വീണ്ടും ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒരു ലോ ഷാഡോ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ ടച്ച് ചെയ്തുകൊണ്ട് വീണ്ടും മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ പ്രൈസ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തിയപ്പോഴേക്കും വീണ്ടും പ്രൈസിന് ആ ഒരു സെല്ലിംഗ് പ്രഷർ, ആ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനുള്ള സെല്ലിംഗ് പ്രഷർ അവിടെ ഉണ്ടാവുന്നില്ല. വീണ്ടും പ്രൈസ് മുകളിലേക്ക് തന്നെയാണ് കയറുന്നത്. ആ ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട്, ഡൗൺ ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചുകൊണ്ട് പ്രൈസ് ഇപ്പോൾ മുകളിലേക്ക് കയറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറയാം. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്റ്റോപ്പ് ലോസോട് കൂടിയിട്ട് മാത്രം ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും ഇവിടെ ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിട്ടായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരിക. അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് വരുന്നത് ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് തന്നെയായിരിക്കും നമ്മുടെ ടാർഗറ്റ് വരുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് മനയുടെ പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം 60% മുകളിൽ പ്രോഫിറ്റ്, 60% മുകളിൽ പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ മന എന്ന് പറയുന്ന കോയിനിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല രീതിയിൽ ഒരു ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈക്ക് മുകളിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് മനയിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. പല രാജ്യങ്ങളും പലപ്പോഴായിട്ട് ക്രിപ്റ്റോ കറൻസിക്ക് ഒരു ബാൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ചൈനയുടെ ബാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോമഡി ആയിട്ട് മാറിയിരിക്കുകയാണ്. ചൈനയുടെ ബാൻ മാത്രമല്ല, മറ്റേത് രാജ്യങ്ങളായാലും ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കോമഡി തന്നെയാണ്. നമുക്കറിയാം ചൈനയൊക്കെ ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യുന്നു എന്ന് പറയുന്ന വാർത്തകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസൊക്കെ മുകളിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം നൈജീരിയ ക്രിപ്റ്റോ ബാൻ ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ്റെ P2P ട്രേഡിംഗ് എന്ന് പറയുന്നത് 15% ഗ്രോ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ ബാൻ ചെയ്യുന്നത് ഒരു കോമഡിയാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നൈജീരിയ ക്രിപ്റ്റോ ബാൻ ചെയ്തതിന് ശേഷം ബിറ്റ് കോയിൻ്റെ ട്രേഡിംഗ് വോളിയം, ബിറ്റ് കോയിൻ്റെ P2P പ്ലാറ്റ്ഫോമുകളിലുള്ള ട്രേഡിംഗ് വോളിയം
15% ഉയർന്നിട്ടുള്ളത്. ഏകദേശം $400 മില്യൺ P2P പ്ലാറ്റ്ഫോമുകളിലുള്ള ടോട്ടൽ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത്. ഇന്ത്യയും ചൈനയും ചെയ്ത പോലെ തന്നെ ഒരു CBDC കൊണ്ടുവരിക എന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ടാണ് നൈജീരിയ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ അതുകൊണ്ട് എന്താണ് ഗുണമുണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആളുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ ട്രേഡിംഗ് വോളിയം വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുകയാണ് അവിടെ സംഭവിച്ചത്. സോ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ആരെക്കൊണ്ടും യാതൊരു തരത്തിലും ബാൻ ചെയ്യാനോ ഇല്ലാതാക്കാനോ സാധിക്കാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. വളരെ വലിയ രീതിയിലുള്ള അഡോപ്ഷനാണ് ക്രിപ്റ്റോ സ്പേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിറ്റ്കോയിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് അനാലിസിസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു USDT പെയറിലുള്ള ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സപ്പോർട്ട് ഏരിയ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ ഒരു വീക്ക്ലി ക്യാൻഡിലാണ് അവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഫോം ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 6 ദിവസം കൂടി ഉണ്ട് ആ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോം ആവാനായിട്ട്. സോ ചെറിയ രീതിയിലുള്ള ആ ഒരു സപ്പോർട്ട് ഏരിയയ്ക്കും അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിൽ പ്രൈസ് നിൽക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാ ഈ രീതിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഫോം ആയിട്ടുണ്ട്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ല. തൊട്ട് മുൻപ് ഫോം ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ മൊമെൻറ്റം ഉള്ള ഒരു ക്യാൻഡിൽ ഒന്നുമല്ല അവിടെ ഫോം ആയിട്ടുള്ളത്. സോ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാറായിട്ടില്ല. മാത്രമല്ല വോളിയവും കുറവാണ്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിൽ ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ അവിടെ വോളിയം വളരെ കുറവാണ്. സോ നല്ല വോളിയത്തോട് കൂടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 50 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഞാൻ ഈ ഒരു ഏരോ വരച്ചിട്ടുള്ള പോലെ തന്നെ ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയും ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും ഒരു റീടെസ്റ്റ് നടത്തുകയും അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ബിറ്റ്കോയിനിലുള്ളത്. എപ്പോഴത്തെയും പോലെ തന്നെ നോർത്ത് കൊറിയയുടെ കുറച്ച് തരികിട പരിപാടികൾ UN റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ UN റിപ്പോർട്ട് സേസ് നോർത്ത് കൊറിയ ഫണ്ടിങ് മിസൈൽ പ്രോഗ്രാം വിത്ത് സ്റ്റോളൻ ക്രിപ്റ്റോ. UN ഒഫീഷ്യൽസ് പറയുന്ന കാര്യം ഇതാണ്. അതായത് നോർത്ത് കൊറിയയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ മോഷനാണ്. ഏഷ്യയിലും യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഒക്കെയുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ നിന്ന് നോർത്ത് കൊറിയ ക്രിപ്റ്റോ കറൻസി തെഫ്റ്റ് നടത്തുന്നുണ്ട് എന്നാണ് UN റിപ്പോർട്ടിൽ പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് അവർ ന്യൂക്ലിയർ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അവരുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ സത്യമായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് UN പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം കൊണ്ട് മാർക്കറ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യതയൊന്നുമില്ല. ക്രിപ്റ്റോ സ്പേസിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. പോൾക്ക ഡോട്ട് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ മുൻപ് പല വീഡിയോകളിലും പോൾക്ക ഡോട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പോൾക്ക ഡോട്ടിനെ പറ്റിയിട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 9 ലക്ഷത്തിന് മുകളിലുള്ള ഡോട്ട് ടോക്കൺസ് ആണ് പോൾക്ക ഡോട്ട് എക്കോസിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ Web3 ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിട്ടുള്ളത്. Web3 കാറ്റഗറിയിലുള്ള ക്രിപ്റ്റോ കറൻസി ടോക്കണുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ്, ഒരു ക്രിപ്റ്റോ കറൻസി ടോക്കൺ ആണ് ഡോട്ട് എന്ന് പറയുന്നത്, പോൾക്ക ഡോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ വില $22.37 അപ്പോൾ ഏകദേശം $21 മില്യൺ അവർ ഇതിൻ്റെ ഈ ഒരു എക്കോസിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ Web3 ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അവർ മാറ്റി വെച്ചിട്ടുള്ളത്. ഒരുപാട് പ്രൊജക്റ്റുകൾ പോൾക്ക ഡോട്ടിനകത്ത് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസുകളും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള ഗ്രോത്ത് പോൾക്ക ഡോട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഡോട്ട് എന്ന് പറയുന്ന ടോക്കണിൽ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡോട്ട് USDT പെയറിലുള്ള വീക്കിലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. കൃത്യമായിട്ട് ഈ ഒരു പാരലൽ ചാനലിനകത്തുകൂടെയാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഈ പാരലൽ ചാനലിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പോൾക്ക ഡോട്ടിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. ഇനി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിലാണ് പോൾക്ക ഡോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പോൾക്ക ഡോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, അതായത് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോവർ ലോയിൻ്റെയും അതിന് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ലോവർ ലോയിൻ്റെയും ആ ഒരു ലെവൽ എന്ന് പറയുന്നത് പ്രൈസ് 2 തവണ ഒരു സപ്പോർട്ടായിട്ട് എടുത്തിട്ടുള്ള ഒരു ലെവലാണ്. അതിനുശേഷമാണ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ച് പ്രൈസ് താഴേക്ക് വന്നത്. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിച്ചു കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഇവിടെ നിന്ന് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസിന് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രം ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും പോൾക്ക ഡോട്ടിൻ്റെ കാര്യത്തിൽ നല്ല ഒരു ട്രേഡിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, അതായത് ഈ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം പോൾക്ക ഡോട്ട് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്താൽ തന്നെ ഏകദേശം 100% മുകളിൽ പ്രോഫിറ്റ് നമുക്ക് ആയി കഴിഞ്ഞു. നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ
ഇരട്ടി നമുക്ക് ഓൾറെഡി ഈ ഒരു ഓൾ ടൈം ഹൈയിൽ എത്തുന്നതോട് കൂടിയിട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. സോ വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള, നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു കോയിനാണ് ഡോട്ട് എന്ന് പറയുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ള പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകൾ സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം.